നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദാറ്റ്സ് ഇറ്റ്. നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവ് ആസന്നമായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള വഴി തെളിയിക്കുകയാണ് ഇപ്പോൾ അൽ ഹിലാൽ. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി സമയത്ത് നെയ്മർ ജൂനിയറെ അവർ സ്ക്വാഡിൽ നിന്ന് അൺരജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൺലോഡിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്ക്വാഡിൽ. ഇപ്പം ഒരു വിദേശ സ്ലോട്ട് ഫ്രീ ആവണം എങ്കിലേ നെയ്മർ വീണ്ടും അവർക്ക് പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇതാ മറ്റൊരു ബ്രസീലിയൻ താരത്തെ അവർ ഒഴിവാക്കുന്നു. മറ്റാരുമല്ല, മൈക്കൽ ഡെൽഗാഡോയെ അവർ ഒഴിവാക്കുകയാണ്. മൈക്കൽ തിരികെ പോകുന്നു, ബ്രസീലിലേക്ക് തിരികെ പോകുന്നു, ഫ്ലെമിംഗോയിലേക്ക് അദ്ദേഹം പോകുന്നു. ആ സ്ലോട്ടിൽ നെയ്മർ ജൂനിയറെ അൽ ഹിലാൽ രജിസ്റ്റർ ചെയ്യും. നെയ്മർ ജൂനിയർ സെപ്റ്റംബർ മാസത്തോടുകൂടി കളിക്കളത്തിൽ ഉണ്ടാവും. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിലെ സുപ്രധാന മാധ്യമമായിട്ടുള്ള ഗ്ലോബോയാണ്. ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഫ്ലെമിംഗോയിലേക്ക് മൈക്കൽ എത്തുകയാണ് അൽ ഹിലാലിൽ നിന്ന്. തേഴ്സ്ഡേയോടുകൂടി, വ്യാഴാഴ്ചയോടുകൂടി ഡീല് പൂർണ്ണമായും കംപ്ലീറ്റ് ആകും, താരം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൽ ഹിലാലിന് നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ മൈക്കലിനെ അവർ ഫ്ലെമിംഗോയിലേക്ക് കൈമാറുകയാണ്. ഏതായാലും 2028 വരെയുള്ള ഒരു ഡീലിലായിരിക്കും താരം ഫ്ലെമിംഗോയിലേക്ക് എത്തുക എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈക്കല് 2020-21 കാലഘട്ടത്തിൽ ഫ്ലെമിംഗോയ്ക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. 105 മത്സരങ്ങൾ കളിച്ച് 23 ഗോളുകൾ അദ്ദേഹം ആ ഘട്ടത്തിൽ നേടിയിരുന്നു. അതിനുശേഷം 2022 അദ്ദേഹം അൽ ഹിലാലിലേക്ക് ഏതാണ്ട് $8.45 മില്യൺ സെയിൽ ചെയ്യപ്പെട്ടത്. പിന്നീട് അദ്ദേഹം കളിച്ചത് അൽ ഹിലാലിലായിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹം അൽ ഹിലാലിൽ നിന്ന് തിരികെ ഫ്ലെമിംഗോയിലേക്ക് തന്നെ എത്തുന്നു. നെയ്മർ ജൂനിയറെ ആ ഒരു ഫോറിൻ സ്പോട്ടിൽ അവർ രജിസ്റ്റർ ചെയ്യും. അദ്ദേഹം സീരിയസ് നീ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി വരുന്നു. സെപ്റ്റംബർ മാസത്തോടുകൂടി അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. അപ്പോൾ നെയ്മർ ജൂനിയറുടെ വരവിനായിട്ട് അവൻ വഴിമാറുകയാണ്. മൈക്കൽ ഡെൽഗാഡോ വഴിമാറുകയാണ്. മൈക്കൽ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.